ഇൻതിഫാദ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്ന ഒരു അറബി വാക്കാണിത്. പലരും തീവ്രവാദത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുന്ന വാക്ക്. ഇംഗ്ലീഷിൽ ഇതിന് അപ്രൈസിംഗ് ഓർ ഷേക്കിംഗ് ഓഫ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് നിലവിലുള്ള ഒരു വ്യവസ്ഥിതിയെ, ഒരു സാധനത്തെ, ഒരു സംവിധാനത്തെ കീഴ്മേൽ മറിക്കുക, അല്ലെങ്കിൽ റിവോൾട്ട് എന്നൊക്കെ നമുക്കിതിന്റെ പ്രയോഗാർത്ഥം പറയാം. പലസ്തീൻ ജനതയ്ക്കിത് വിപ്ലവം എന്നർത്ഥം വരുന്ന വാക്കാണ്. ഗാസയിലെയും ഇസ്രയേലിലെയും ജൂത ഇടപെടലിനെതിരെ പലസ്തീൻ ജനത നടത്തിയ മുന്നേറ്റമാണ് ഇൻതിഫാദ എന്ന പേരിൽ ലോകം അറിയപ്പെടുന്നത്. ജനങ്ങളെ തെരുവിലിറക്കാനായി പലസ്തീനികൾ ഇൻതിഫാദ എന്ന മുദ്രാവാക്യമാണ് ഉപയോഗിക്കുന്നത്. SFIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള സർവകലാശാല കലോത്സവത്തിന് ഇൻതിഫാദ എന്ന പേര് നൽകിയതിനെ ചൊല്ലി ഇപ്പോഴിതാ നമ്മുടെ നാട്ടിൽ വിവാദം പുകയുകയാണ്. മാർച്ച് 7 മുതൽ 11 വരെ തിരുവനന്തപുരത്താണ് കേരള സർവകലാശാല കലോത്സവം. ഇൻതിഫാദ എന്ന പോസ്റ്റർ നാട് മുഴുവൻ നിരന്നു കഴിഞ്ഞു. ഇതോടെ പലർക്കും അസ്വസ്ഥത തുടങ്ങി. കലോത്സവത്തിന് ഈ പേര് എന്തിനു നൽകിയെന്ന് ചോദിച്ച് നിലമേൽ NSS കോളേജ് വിദ്യാർത്ഥി ആശിഷ് AS കോടതിയെ സമീപിച്ചതോടെ വിഷയം വിദ്യാർത്ഥികളെ വിട്ട് ജനശ്രദ്ധയിലേക്കെത്തി. ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായി കിടക്കുന്ന പേരാണ് ഇൻതിഫാദ. ഇസ്രയേലിന് മേൽ പലസ്തീൻ കഫ്ത വീണു കിടക്കുന്നതാണ് കലോത്സവത്തിന്റെ ലോഗോ. ഒരു യുവജനോത്സവം കലാപവുമായോ യുദ്ധവുമായോ ബന്ധപ്പെടുത്തുന്നത് ശരിയാണോ? കലോത്സവത്തിൽ രാഷ്ട്രീയത്തിനോ ആഗോള രാഷ്ട്രീയത്തിനോ പോലും സ്ഥാനമില്ല. ഇസ്രയേൽ പലസ്തീൻ സംഘർഷമല്ല കലോത്സവത്തിന് ചർച്ചയാകേണ്ടത്, സർഗാത്മകമായി പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഹർജിയിൽ പറയുന്നു. കലോത്സവത്തിന് ഈ പേര് നൽകരുതെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട സിംഗിൾ ബെഞ്ച് കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും കേരള സർവകലാശാലയ്ക്കും VC-ക്കും ഒക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേസമയം ഇൻതിഫാദ എന്ന പേരുമായി കലോത്സവവുമായി മുന്നോട്ടു പോകാനാണ് SFI നേതൃത്വം നൽകുന്ന സർവകലാശാല യൂണിയന്റെ നീക്കം. അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന പ്രമേയം മുന്നോട്ട് വെച്ചാണ് ഇൻതിഫാദ എന്ന പേര് സർവകലാശാല കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതും ഇതിനൊപ്പമുണ്ട്. ഫ്ലെക്സും പ്രചാരണ ബോർഡുകളൊന്നും മാറ്റിയിട്ടില്ല. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കുകയും ചെയ്തു. വിവാദം പുകയുമ്പോഴും പരാതിയെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണത്തിന് യൂണിയൻ ഭാരവാഹികൾ തയ്യാറായിട്ടില്ല. അതേസമയം ഈ വിഷയത്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം നടത്താൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി ഇൻതിഫാദ എന്ന പേര് തുടരാൻ പറഞ്ഞാലും മാറ്റാൻ പറഞ്ഞാലും ഇൻതിഫാദ എന്ന പേരുണ്ടാക്കുന്നൊരോളം ജനമനസ്സിലും സമൂഹത്തിലും പ്രതിഫലിപ്പിക്കാൻ ഈ വിവാദത്തിന് കഴിഞ്ഞുവെന്ന് വേണം കരുതാൻ.